يا رب إن عظمت ذنوبي كثرة فلقد علمت بأن عفوك أعظم إن كان لا يرجوك إلا محسن فبمن يلوذ ويستجير المذنب ما لي إليك وسيلة إلا الرجاء وجميل عفوك ثم إني مسلم. ഹബീബായ നബി തങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളേണ്ടവരാണ് നമ്മൾ. സ്വഹാബിമാർ അത് പരമാവധി ഉൾക്കൊണ്ടവരാണ്. എന്നാലും ചില മനുഷ്യ പ്രകൃതങ്ങൾ ഉണ്ടായിരിക്കും. അതാണ് നമ്മളിവിടെ കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഒരാൾ വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, പൊന്നാര നബിയേ, അഷ്കൂ ഇലൈക സൗജതി, എന്റെ ഭാര്യയെ കുറിച്ച് ഞാൻ അങ്ങയോട് പരാതി പറയാൻ വന്നതാണ് നബിയേ. എന്നെ ഒന്ന് ഒഴിവാക്കി തരണം നബിയേ. എനിക്കവളെ ത്വലാഖ് ചൊല്ലാൻ പറ്റുന്നില്ല, അവൾ എന്നെ ജീവിക്കാനും വിടുന്നില്ല നബി. അവളായിട്ട് ഒഴിഞ്ഞു പോവുകയുമില്ല, എനിക്കവളെ ഒഴിവാക്കാനും കഴിയുന്നില്ല. പൊന്നു നബിയെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അഷ്കൂ ഇലൈക സൗജതി എന്ന് ഹബീബായ നബിയോട് പറഞ്ഞപ്പോ ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യതബസ്സമു, ചിരിച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വഹുന്ന ശർറു ഗാലിബിൻ ലിമൻ ഗലബ, വഹുന്ന ശർറു ഗാലിബിൻ ലിമൻ ഗലബ. ചില പെണ്ണുങ്ങൾ അങ്ങനെയാണ്, പുരുഷന്മാരുടെ മേൽ അധികാരം ചെലുത്തുന്ന പെണ്ണുങ്ങളുണ്ട്. എത്രയോ വീടുകളിൽ വിരലെണ്ണാവുന്നതാണെങ്കിലും അവിടുത്തെ ഉമ്മ അവിടുത്തെ ഉപ്പയാവുകയും അവിടുത്തെ ഉപ്പ ഒരു ഉമ്മയാവുകയും ചെയ്യുന്ന അവസ്ഥകളുണ്ട്. പെണ്ണാണ് അവിടെ ഭരിക്കുന്നത്, ആണുങ്ങൾക്ക് അവിടെ ഒരു വോയിസുമില്ല. അങ്ങനെ പറയില്ലേ? അവിടുത്തെ പെണ്ണുങ്ങളാണ് അധികാരികൾ. അവര് വരച്ച വരക്കാണ് അവിടുത്തെ ആണുങ്ങളെ നിർത്തുന്നത്. ഭർത്താവിന് പോലും തന്റെ ഭാര്യയെ മറികടന്ന് ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല. അവരാണെങ്കിലോ തോന്നിയ വിഷയങ്ങൾ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യും, അവരുടെ ഇഷ്ടം നടക്കാൻ. അങ്ങനെ പുരുഷന്മാരെ കീഴ്പ്പെടുത്തുന്ന പെണ്ണുങ്ങളുണ്ട്. വഹുന്ന ശർറു ഗാലിബിൻ ലിമൻ ഗലബ, സ്വന്തം ഭർത്താക്കന്മാരെ കീഴ്പ്പെടുത്തുന്നവരിൽ വെച്ച് ഏറ്റവും ഷർറായവരാണ് നിങ്ങളെ പറഞ്ഞ നിങ്ങളുടെ ഭാര്യയെ പോലെയുള്ള പെണ്ണുങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവളിലുള്ള ആ ഗുണം നല്ല ഗുണമല്ല, അത് ഷർറായ ഗുണമാണ്. പുരുഷന്മാരെ അടക്കി ഭരിക്കുകയും അവരെ ജീവിക്കാൻ തന്നെ വിടാതിരിക്കുകയും ചെയ്യുന്നവർ എങ്ങാനും ജീവിക്കാൻ കഴിയാതെ ത്വലാഖ് ചൊല്ലിയാലോ അവര് പിന്നെ കുടുംബ കോടതിയിലേക്ക് ഭർത്താവ് പീഡിപ്പിച്ചു എന്ന് പറയും, ഉമ്മ പീഡിപ്പിച്ചു എന്ന് പറയും, ആങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയും, ഭർത്താവിന്റെ പെങ്ങള് പീഡിപ്പിച്ചു. എന്ത് ഒന്നും പറയാനില്ല, പച്ച നുണ എഴുതി വെച്ചിട്ട് കോടതികളൊക്കെ പെണ്ണുങ്ങൾക്ക് അനുകൂലമാണ് എന്ന ശ്രുതിയുണ്ട്. അതിന്റെ പേരിൽ ഇത്ര പൈസ വേണം, ഇത്ര നഷ്ടപരിഹാരം വേണം, അത് വേണം, ഇത് വേണമെന്ന് ത്വലാഖ് ചൊല്ലിയാലും വിടൂല. സുബ്ഹാനല്ലാഹ്, അങ്ങനെ എത്രയോ ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്. അല്ലാഹു അത്തരം ശർറുകളിൽ നിന്ന് ഈ ഉമ്മത്തിനെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. യാ റസൂലല്ലാഹ്, അഷ്കൂ ഇലൈക സൗജതി, നബിയെ, എന്റെ ഭാര്യ അത്തരക്കാരിയാണ് നബിയെ, ഞാൻ എന്താണ് ചെയ്യുക റസൂലേ എന്ന് പറഞ്ഞപ്പോ ഹബീബായ നബി ഞങ്ങൾക്കൊരു പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയാതെ, ആ സ്വഭാവം തെറ്റാണ്, ഒരു പെണ്ണും അങ്ങനെ ചെയ്യരുത് എന്ന് പഠിപ്പിക്കാൻ പുഞ്ചിരിച്ചുകൊണ്ട് നബി ഞങ്ങൾ ക്ഷമിക്കാൻ പഠിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, വഹുന്ന ശർറു ഗാലിബിൻ ലിമൻ ഗലബ, വഹുന്ന ശർറു ഗാലിബിൻ ലിമൻ ഗലബ. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. മദീനയിലേക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നപ്പോൾ, ഹിജ്റ കഴിഞ്ഞു വന്നപ്പോൾ ഹബീബായ നബി ആദ്യമായി താമസിച്ച വീട് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ്. ആ മഹാനായ സ്വഹാബി വർഷങ്ങൾക്ക് ശേഷം തുർക്കിയിൽ വെച്ചാണ് മരണപ്പെടുന്നത്, ഒരു യുദ്ധത്തിന് പോയ സമയം. ഇരിക്കട്ടെ, അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്നവരുടെ വീട്ടിലേക്ക് കടന്നു വരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്നവരുടെ വീട്ടിൽ നമ്മളെ കർട്ടൻ വെച്ചതുപോലെ ചുമരിന് കർട്ടൻ ഇടുന്ന ഒരു സ്വഭാവം അന്നുണ്ട്. അത് ആഡംബരമാണെന്നും ഇസ്രാഫാണെന്നും പാടില്ലാത്തതാണെന്നും ഹബീബായ നബി തങ്ങൾക്ക് ഇഷ്ടമാണെന്നും സ്വഹാബികൾക്കറിയാം. വീടിലെ ചുമരിന് കർട്ടനിട, ചുമരുകൾ ഒന്നാകെ തുണി കൊണ്ട് മറക്കുന്ന ഒരു സ്വഭാവം. മഹാനായ അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു
ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹ് ബിൻ ഉമർ എന്നവർ മുത്തബിഉസ് സുന്നയാണ്. ഹബീബായ നബിയുടെ സുന്നത്ത് ജീവിതത്തിൽ അങ്ങനെ പകർത്തിയിരുന്ന സ്വഹാബിയാണ്. എന്നാൽ ഭാര്യ ഇച്ചിരി പിടിവാശിക്കാരിയായിരുന്നു. ഭാര്യയുടെ നിർബന്ധമാണ് ആ കർട്ടനിട്ടത്. ചുമരുകൾക്ക് അങ്ങനെ മറവിരിക്കുന്ന കർട്ടൻ നബി തങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് മഹാനായ ഇബ്നു ഉമർക്കറിയാം. ആ വീട്ടിലേക്ക് കയറി വരുന്ന അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോൾ ഇബ്നു ഉമർ തങ്ങളുടെ വീട്ടിൽ ഇത് കണ്ടപ്പോ മഹാനവറുകൾ ചോദിച്ചു, ഹത്താ അൻത തസ്തുറുൽ ജുദ്റാൻ വഖദ് നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ദാലിക. ഇബ്നു ഉമറേ, നിങ്ങളുടെ വീട്ടിലും നിങ്ങൾ ഇത് ചെയ്യുകയാണോ? ഒരു ജനലിന് കർട്ടനിടുന്നതിനെ കുറിച്ചല്ല, ചുമരൊന്നാകെ, ചുമര് മുഴുവനും തുണി കൊണ്ട് അലങ്കരിക്കുന്ന മറയായി, തുണി മുഴുവനായിട്ട് ചുമരിനെ മറക്കുന്ന രീതിയിൽ കിട്ടുന്ന ഒരു ഏർപ്പാട്. ഇബ്നു ഉമറേ, നിങ്ങൾ ഇത് ചെയ്യുകയാണോ? ഇത് അല്ലാഹുവിന്റെ റസൂല് പാടില്ലെന്ന് പറഞ്ഞതല്ലേ? ഖാല, ആ സമയം ഇബ്നു ഉമർ എന്നവർ പറഞ്ഞു, ഗലബന അലൈഹിന്ന നിസാ, പെണ്ണുങ്ങൾ നമ്മളെ സമ്മതിച്ചില്ല. വീട്ടിലെ പെണ്ണുങ്ങളാണത് ചെയ്തത്. വേണ്ടാന്ന് പറഞ്ഞിട്ട് അവര് പറഞ്ഞു, കിടക്കട്ടെ, അതോടെ നിന്നാൽ എന്ത് കുഴപ്പമാണ് എന്ന് പറഞ്ഞ് എന്റെ ഇഷ്ടമല്ലാതെ വീട്ടിലെ പെണ്ണുങ്ങളായിട്ട് ചെയ്തു കൂട്ടിയതാണ്, പറഞ്ഞിട്ടവര് കേൾക്കണ്ടേ എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു വീട്ടുകാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ചില പെണ്ണുങ്ങൾ ഉണ്ടാകും, നന്മയും തിന്മയും വേർതിരിച്ചു കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കാൻ ഒരുക്കമല്ലാത്ത പെണ്ണുങ്ങൾ. അപ്പൊ പറയും, നിങ്ങൾ വലിയ മൂല്യരാണല്ലോ, നിങ്ങൾ എപ്പോഴേ ഉസ്താദായത്, നിങ്ങൾ പണ്ടൊന്നും ഇങ്ങനെ അല്ലല്ലോ. ഒരാള് നന്നായി കഴിഞ്ഞാലും നന്നാവാൻ വിടൂല. അന്ന് നമ്മൾ സിനിമക്ക് പോയവരല്ലേ, ബൈക്കിരുന്നിട്ട് കോഴിക്കോടും അവിടെ ഇവിടെയൊക്കെ തിയേറ്റർ മുഴുവനും കയറിറങ്ങിയവരല്ലേ. ഇപ്പൊ എന്താ അതൊന്നും വേണ്ടേ? മോളെ, നമുക്ക് അല്ലാഹു ഹിദായത്തിന്റെ വെളിച്ചം തന്നു, അനാവശ്യമായി സമയം നമുക്ക് കളയാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നമായി. ഇതൊക്കെ കല്യാണം കഴിക്കണ കാലത്ത് എന്റെ വാപ്പയോട് നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ എന്റെ വാപ്പ നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിച്ച് തരില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് നിസ്സാര വിഷയങ്ങൾക്കത് ദീൻ അംഗീകരിക്കുന്ന വിഷയങ്ങൾ പോലും വേണ്ടെന്ന് വെക്കുന്ന പ്രകൃതക്കാരായ ആണുങ്ങളുമുണ്ട്, പെണ്ണുങ്ങളുമുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ എന്ന് ദുആ ഇരക്കുകയാണ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. എത്രയോ പെണ്ണുങ്ങള് എല്ലാ സുന്നത്ത് നോമ്പും എടുക്കുന്ന പെണ്ണുങ്ങൾ, എല്ലാ സുന്നത്ത് നിസ്കാരം എടുക്കുന്ന പെണ്ണുങ്ങള്, ദുഹാ നിസ്കരിക്കും, അവരെ ഖിയാമുൽ ലൈലിന്റെ സുബഹിന്റെ മുമ്പ് എഴുന്നേൽക്കും. എന്നാൽ നാവിന് ലൈസൻസ് ഇല്ലാത്ത പെണ്ണുങ്ങളുണ്ട്. ഭർത്താക്കന്മാരോട് എപ്പോഴും ചൂടാവുന്നവര്, മക്കളോട് ദേഷ്യം, മകന്റെ ഭാര്യയോട് ദേഷ്യം, കൂട്ടുകാരോട് ഉമ്മയാണെങ്കിലോ മുസല്ലയിൽ എഴുന്നേൽക്കൂല. ഇങ്ങനത്തെ ഉമ്മമാരും നാട്ടിലുണ്ട്. ഇത് വല്ലാത്ത ഷർറുകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഉമ്മമാരെ, ആ നിസ്കാരമൊക്കെ കിട്ടിയതിന്റെ കൂട്ടത്തിൽ അദ്ദീനു അൽ മുആമല, ദീൻ എന്ന് പറയുന്നത് സ്വഭാവമാണ്, പെരുമാറ്റമാണ്. അതുകൂടെ മനസ്സിലാക്കണം. നിസ്കാരം മാത്രമല്ല, ദീൻ എന്ന് പറയുന്നത് സുന്നത്ത് നോമ്പും നമ്മുടെ ഉംറയും ഹജ്ജും നമ്മുടെ സകാത്തോ നമ്മുടെ ഫർദോ സുന്നത്തോ നിസ്കാരം മാത്രമല്ല. അദ്ദീനു അൽ മുആമല, ദീൻ എന്ന് പറയുന്നത് പെരുമാറ്റമാണ്, സ്വഭാവമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്യാരക്ടർ ബിൽഡിംഗ്. ഇസ്ലാം എന്ന് പറയുന്നത് സ്വഭാവ രൂപീകരണമാണ്. അദ്ദീനു അൽ മുആമല, ദീൻ എന്ന് പറയുന്നത് സ്വഭാവമാണ്, സ്വഭാവ ഗുണമാണ്. നമ്മുടെ ബിഹേവിയർ, നമ്മുടെ മാനേഴ്സ്, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ഡീലിംഗ്സ്, നമ്മൾ എങ്ങനെ ആളുകളുമായി ഇന്ററാക്ട് ചെയ്യുന്നു, ഇതാണ് ഒരു വിശ്വാസിയാക്കുന്നത്. നമ്മുടെ നിസ്കാരപ്പായ മാത്രമല്ല, നമ്മുടെ പെരുമാറ്റം, അതാണ് ദീൻ. ആ പെരുമാറ്റം, അതാണ് ദീനെന്ന്. അദ്ദീനു അൽ മുആമല, ദീൻ എന്ന് പറയുന്നത് പെരുമാറ്റം തന്നെയാണ്, സ്വഭാവം തന്നെ എന്ന് പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നു. ആ സ്വഭാവം നമ്മൾ നമ്മുടെ വീട്ടുകാരോട് കാണിക്കണം, നമ്മുടെ ഭാര്യയോട് കാണിക്കണം, നമ്മുടെ ബന്ധു